Good morning, dear students. Welcome to Excellent Academy, Kundavan. നമ്മളിന്നിവിടെ തുടങ്ങാൻ പോകുന്നത് പ്ലസ് ടുവിന്റെ ടോപ്പിക്സ് ആണ് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത്. പ്ലസ് ടുവിന്റെ ആദ്യത്തെ ടോപ്പിക് തന്നെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇറ്റ്സ് റിലേഷൻ, ചാപ്റ്റർ 1, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഓൾറെഡി ഈ പേര് നമുക്ക് ഫെമിലിയർ ആണ്. നമ്മൾ പ്ലസ് വണ്ണിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റർ ആണ്. അവിടെയും ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എഴുതുന്നത് നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അവിടെ നമ്മൾ റിലേഷൻ എന്താണ്, ഫങ്ഷൻ എന്താണ്, ഡൊമൈൻ എന്താണ്, അതിന്റെ റേഞ്ച്, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പഠിച്ചതാണ്. അതൊരു ബേസിക് കൺസെപ്റ്റ് ആയിരുന്നു റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്. ഇപ്പോ നമ്മൾ ഈ പ്ലസ് ടുവിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ ഡീറ്റെയിൽ അതിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ് നമ്മൾ ഈ വർഷം. അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് പ്ലസ് വണ്ണിൽ പഠിച്ചത് എന്താണ്, അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പ്ലസ് ടുവിന്റെ ടോപ്പിക്സിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. എന്തായിരുന്നു റിലേഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്? റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഈസ് എ സബ്സെറ്റ് of the Cartesian product. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഈ ഒരു ടേം നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. എന്താണ് കാർട്ടീഷ്യൻ? രണ്ട് സെറ്റുകൾക്കിടയിലാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിൾ, a set A is equal to 2, 3. Another set B is equal to 6, 7. Cartesian product A cross B is the set of four ordered pairs. A set of four ordered pairs of set A and B. That is 2, 6, 2, 7, 3, 6, and 3, 7. These are the elements in A cross B. Now I am going to define a relation R is equal to set of four ordered pairs A, B such that A is even and B is also even. Comma, this one A belongs to set A and then B belongs to set B. This is the relation. Set of four ordered pairs A, B. A is even such that A is even and B is also even. A belongs to A, set A, and B belongs to set B. So, when we are considering this relation, what is the element which is satisfying both these? A is even and B is also even. 2, 6. Here both are even numbers. Here 2 is even but 7 order. 3, 6. No need to consider. 3, 7 cannot be considered. So the relation R contain only one order pair, that is 2, 6. One element is 2, 6. This is the relation. In simple we write is 2 is related to 6. 2 is related to 6 based on this relation. This is the basic thing what we study in plus 1 study. Now I am going to take different types of relations. Types of relation, and first topic is void relation. First it's void relation. Void relation എന്നുള്ള പേര് നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ സെറ്റ് പഠിച്ചപ്പോൾ അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ് നമ്മൾ പഠിച്ചു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റില് ആദ്യത്തേതും ഇത് തന്നെയായിരുന്നു. വോയിഡ് സെറ്റ്, നൾ സെറ്റ്, അങ്ങനെയുള്ള പേരുകളിൽ നമ്മൾ പഠിച്ചായിരുന്നു.
അവിടെ എന്തായിരുന്നു നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ എലമെന്റ്സ് ഇൻ ദ സെറ്റ്, അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റുകളെയാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞത് നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറഞ്ഞത്. ഇവിടെയും സെയിം തന്നെയാണ് സാധനം. റിലേഷൻ പറയുമ്പോൾ, റിലേഷൻ ഡിഫൈൻ ചെയ്ത് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല, ഒരു എലമെന്റ് പോലും ഒരു റിലേഷന്റെ അകത്ത് വരില്ല. അങ്ങനെ വരുന്ന റിലേഷനെയാണ് നമ്മൾ വോയിഡ് റിലേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം ദാറ്റ് A is equal to set 2, 3, 4, 5. Okay. A is equal to set 2, 3, 4, 5. Then this will be defined on relation R is equal to set of all ordered pair A, B such that modulus of A minus B, modulus of A minus B is greater than 20. Modulus of A minus B is greater than 20 such that A comma B belongs to the same set A. A comma B belongs to the same set A. Consider the Cartesian product of this set A cross A will be the same 2, 3, 4, 5. Two comma 2, 2, 3, 2, 4 and 2, 5. Similarly 3, 2, 3, 3, 3, 4 and 3, 5. 4, 2, 4, 3, 4, 4 and 4, 5. 5, 2, 5, 3, 5, 4 and 5, 5. This is the set A cross A and these are the elements 2, 2, 2, 3, 2, 4, 2, 5, 3, 2, 3, 3, 3, 4, 3, 5, 4, 2, 4, 3, 4, 4, 4, 5 and 5, 2, 5, 3, 5, 4, 5. So, consider this relation set of all ordered pairs AB such that modulus of A minus B is greater than 20. So we need to consider this difference A minus B. Consider this one, first element 2, 2. First order pair 2, 2. Modulus of this 2, 2 is 2 minus 2, 0, that's equal to 0. 2, 3. Another element 2, 3. Modulus of 2 minus 3 is equal to modulus of minus 1, that's equal to 1. Modulus എന്താണെന്ന് നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തുടങ്ങി പഠിക്കുന്നതാണ് മോഡുലസിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് മോഡുലസിന്റെ അകത്ത് നെഗറ്റീവ് വന്നാലും നമുക്ക് എന്ത് കൺസിഡർ ചെയ്താൽ മതി, പോസിറ്റീവ് വാല്യൂസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. നെഗറ്റീവ് വന്നാലും നമുക്ക് അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അതാണ് ഈ മോഡുലസ് എന്നുള്ള ഫംഗ്ഷന്റെ ഓപ്പറേഷൻ ആയിട്ട് വരുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ 0 വന്നു, ഇവിടെ 1 വന്നു. അതേപോലെ ഈ എല്ലാ എലമെന്റിലും ഒന്ന് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ എന്താണ്? മോഡുലസ് ഓഫ് എ മൈനസ് ബി ഇസ് ഗ്രേറ്റർ ദാൻ 20. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന റിലേഷൻ. അപ്പൊ ഇവിടെ 0 ആണ് വരുന്നത്, ഇവിടെ 1 ആണ് വരുന്നത്, ഇവിടെ 2 ആണ് വരുന്നത്. 2 മൈനസ് 5 വരുന്നത് 3 ആണ് വരുന്നത്. മോഡുലസ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ 3 ആണ് വരുന്നത്. സിമിലർലി ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് 0, 1, 2, 3 അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സേ വരുന്നുള്ളൂ. ഒരു ഡിഫറൻസ് പോലും ഗ്രേറ്റർ ദാൻ 20, 20യേക്കാൾ കൂടുതൽ പോകുന്നില്ല. ഒരു ഡിഫറൻസ് എടുത്താലും ഈ എലമെന്റ്സിന്റെ ഏതിന്റെ ഡിഫറൻസ് എടുത്താലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, 20യുടെ മുകളിലേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മുടെ റിലേഷനിൽ എന്ത് വരുന്നില്ല, ഒരു എലമെന്റ് പോലും നമ്മുടെ റിലേഷനിൽ നമുക്ക് എഴുതാനായിട്ട് ഇല്ല. അപ്പൊ ഇങ്ങനെ വരുന്ന സെറ്റ്, ഇങ്ങനെ വരുന്ന റിലേഷൻസ്, അതിനെയാണ് നമ്മൾ വോയിഡ് റിലേഷൻ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഫൈ ഒക്കെ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. സെറ്റ് ഒക്കെ ഡിനോട്ട് ചെയ്ത പോലെയാണ്. ഇങ്ങനെ വരുന്ന റിലേഷനെയാണ് നമ്മൾ വോയിഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തന്നെ ഒരു പ്രാക്ടിക്കൽ ഒരു എക്സാമ്പിളിലേക്ക് നമുക്കൊന്ന് പോയോക്കാം. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളിലേക്ക് നമുക്കൊന്ന് പോയോക്കാം. ഇതൊരു സെറ്റ് വെച്ച് നമ്മൾ പറഞ്ഞു, ഇന്നൊരു പ്രാക്ടിക്കൽ എക്സാമ്പിളിലേക്ക് പോവാണ്.
equal to set students of a boys school. Students of a boys school. Then consider the relation R is equal to set of all ordered pair AB such that A is the sister of B. A is the sister of B. A എന്ന് പറയുന്നത് എന്തായിരുന്നു? Set of students of boys in a school. Boys school. Students of a boys school. Sorry, students of a boys school. And our relation is defined as set of all ordered pair AB such that A is the sister of B. ഓക്കെ, നമ്മുടെ റിലേഷനിലെ ഏത് എലമെന്റ് നമുക്ക് എഴുതാൻ പറ്റും? ഏതെങ്കിലും എലമെന്റ് നമുക്ക് റിലേഷനിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? കാരണം എന്താ? ബി എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് ഇസ് എ സിസ്റ്റർ ഓഫ് ബി. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്കൂൾ എന്താണ്? ഇസ് എ ബോയ്സ് സ്കൂൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവിടെ എന്ത് വരുന്നില്ല? ഒരു ഗേൾസ് സ്റ്റുഡന്റ് പോലും അവിടെ, ഗേൾസ് സ്റ്റുഡന്റ് പോലും അവിടെ വരുന്നില്ല. സോ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ബി എ ഈസ് എ സിസ്റ്റർ ഓഫ് ബി എന്ന് പറയുന്ന കണ്ടീഷനിൽ ഒരു എലമെന്റ് പോലും നമുക്ക് ഇവിടെ എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതും എന്ത് തന്നെയാണ്? ഒരു വോയിഡ് സെറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ വോയിഡ് റിലേഷൻ തന്നെയാണ്. അപ്പൊ വോയിഡ് റിലേഷന് നമുക്ക് വേറെ ഒന്നുകൂടി ഒന്ന് ഇതായിട്ട് പറയാം. ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം. ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് subset of the Cartesian product. This is the smallest subset of the Cartesian product. ഇതാണ് നമുക്ക് വോയിഡ് സെറ്റിന് പറയാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫൈ ഒക്കെ വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോയാലോ. വോയിഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? നമ്മള് സെറ്റിൽ തന്നെ പഠിച്ച അതേ ടോപ്പിക് തന്നെയായിരുന്നു ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ റിലേഷന്റെ ടേംസിൽ വരും. സെറ്റിൽ പഠിച്ചപ്പോൾ നമ്മൾ സെറ്റിന്റെ ടേമിൽ പഠിച്ചു. സെറ്റിൽ നമ്മൾ എന്താ പഠിച്ച? വോയിഡ് സെറ്റ്, നൾ സെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ പഠിച്ചു. ഇനിയിപ്പോ ഇവിടെ വന്നപ്പോൾ എന്തായി? വോയിഡ് റിലേഷനായി. ഇനി അടുത്ത ടേമും അതേപോലെ തന്നെ വരുന്നതാണ് യൂണിവേഴ്സൽ റിലേഷൻ. എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ? യൂണിവേഴ്സൽ സെറ്റ്. സെറ്റിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എല്ലാ സെറ്റും ഉൾക്കൊള്ളുന്ന സെറ്റ്. അതായിരുന്നു യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചത്. ഇവിടെയും അതുപോലെ തന്നെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സ്മോളസ്റ്റ് സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ എന്താണെന്ന് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ is the largest subset of the Cartesian product. Is the universal set എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ റിലേഷനിലുള്ള എല്ലാ എലമെന്റ്സും, ആ നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിൽ വരുന്ന എല്ലാ എലമെന്റ്സും എവിടെ വരണം? നമ്മുടെ റിലേഷനിൽ വരണം. അങ്ങനെ വരുന്ന റിലേഷനെയാണ് നമുക്ക് യൂണിവേഴ്സൽ റിലേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ സെറ്റ് എ. Consider the set A is equal to 2, 3, 4, 5. ഞാൻ ഇതിൽ പറഞ്ഞ അതേ എലമെന്റ് ഉള്ള അതേ സെറ്റ് തന്നെയാണ് എടുക്കുന്നത്. 2, 3, 4, 5. Then consider the relation R is equal to set of all ordered pair AB such that modulus of A minus B is greater than or equal to 0. Is modulus of A minus B is greater than or equal to 0, comma A, both A and B belongs to A. Set of all ordered pair AB such that modulus of A minus B is greater than or equal to 0,
where A and B belongs to the same set A. So we need to consider the Cartesian product, then we can find out the relation. A cross A, Cartesian product A cross A. Two, three, four, five. Same. So 2, 3, 2, 4. 2, 2, 2, 3, 2, 4, 2, 5. 3, 2, 3, 3, 3, 4, 3, 5. 4, 2, 4, 3, 4, 4, 4, 5. 5, 2, 5, 3, 5, 4, 5, 5. This is the Cartesian product. Same നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ ചെയ്തത് തന്നെയാണ് Cartesian product നമ്മൾ എഴുതുക. ഇനി നമ്മുടെ റിലേഷനിൽ ഏത് എലമെന്റ് വരും എന്നൊന്ന് നോക്കാം. നമുക്ക് R is equal to set ഏതൊക്കെ വരും എന്ന് നോക്കാം. Modulus of A minus B is greater than or equal to 0. ഒന്നുകിൽ ഈ ഡിഫറൻസ് 0 ആയത് എടുക്കാം, അതല്ലെങ്കിൽ 0-നേക്കാൾ മുകളിലുള്ളത്. എന്തായാലും പോസിറ്റീവ് വാല്യൂസ് അവിടെ വരുമല്ലോ. കാരണം എന്താ, നമുക്ക് ഈ മോഡുലസ് വാല്യൂ മോഡുലസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഡിഫറൻസ് നെഗറ്റീവ് ആയാലും അതിന്റെ ഉള്ളിലെ നെഗറ്റീവ് വന്നാലും മോഡുലസ് ഓപ്പറേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്താൽ മതി, പോസിറ്റീവ് വാല്യൂസ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഒന്നുകിൽ 0 ഡിഫറൻസ് 0 ആയതോ അല്ലെങ്കിൽ 0-നേക്കാൾ മുകളിൽ വരുന്ന എല്ലാ നമ്പേഴ്സും, ആ ഡിഫറൻസ് 0-നേക്കാൾ മുകളിൽ വരുന്ന നമ്പേഴ്സും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. 2 - 2 എന്തായിരിക്കും ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 - 2 0-ലേക്കാണ് പോലെ. 2, 3 ഡിഫറൻസ് -1 ആണ്. മോഡുലസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും 1 ആയിരിക്കും വരിക. 2, 4 ഡിഫറൻസ് 2 ആണ്. മോഡുലസ് അപ്ലൈ ചെയ്ത് -2 ആണ് ഡിഫറൻസ് വരുന്നത്. മോഡുലസ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് 2 വരും. 2, 5 -3 ആണ്. മോഡുലസ് അപ്ലൈ ചെയ്താൽ റിസൾട്ട് 3 വന്നു. ഇതാണ് പോകുന്നത്. സെയിം സെക്കൻഡ് റോയിൽ നമ്മൾ ചെയ്താലും 3, 2 അവിടെ എന്തായിരിക്കും വരിക 1 ആയിരിക്കും വരിക. 3, 3 0 വരും. 3, 4 -1 ആണ്. മോഡുലസ് എടുക്കാം, പോസിറ്റീവ് 1 കൺസിഡർ ചെയ്താൽ മതി. 3, 5 2 ആണ്. മോഡുലസ് വരുമ്പോൾ -2 ആണ്. മോഡുലസ് വരുമ്പോൾ പോസിറ്റീവ് 2 കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എല്ലാ ഡിഫറൻസും അതേപോലെ ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ 5, 5 0-ലേക്കാണ് ഇവിടെ എത്തുക. ഇവിടെ വരുന്നത് 1 ആയിരിക്കും, ഇവിടെ വരുന്നത് 2 ആയിരിക്കും, ഇവിടെ വരുന്നത് 3 ആയിരിക്കും. സോ എല്ലാത്തിലും ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആണ്, അല്ലെങ്കിൽ 0-നേക്കാൾ കൂടിയ പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അവിടുത്തെ നമുക്ക് 0 ആയിട്ട് ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയും വരും, നമ്മുടെ ഈ റിലേഷന്റെ അകത്തും വരും. അപ്പൊ ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും നമുക്ക് എന്തും എഴുതാൻ പറ്റും, ഈ റിലേഷനിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഉള്ള എല്ലാ എലമെന്റും, കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലുള്ള എല്ലാ എലമെന്റും എവിടെയും വന്നു, നമ്മുടെ റിലേഷന്റെ അകത്തും വന്നു. ഇവിടെ നമുക്ക് എഴുതാം 2, 2, 2, 3, 2, 4, 2, 5. Similarly 3, 2, etc. up to 3, 5. And 4, 2, etc. up to 4, 5. And 5, 2, 2, etc. to 5, 5. ഇത്ര എലമെന്റ്സ് എവിടെയും വരുന്നുണ്ട്, നമ്മുടെ ഈ റിലേഷന്റെ അകത്തും ഇത്ര എലമെന്റ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. സോ ഇതെന്താണെന്ന് പറയാം. അപ്പൊ നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഡെഫിനേഷൻ എന്താണ്, ലാർജസ്റ്റ് സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പൊ അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്, സെറ്റിൽ നമ്മൾ സബ്സെറ്റ് പഠിച്ചതാ. അപ്പൊ അവിടെ ക്ലിയർ ആണത്. സെറ്റ് ഒരു എലമെന്റോ അല്ലെങ്കിൽ മൊത്തം എലമെന്റ് അതിന്റെ അത് വന്നാലും അത് സബ്സെറ്റ് ആണ് അല്ലെ. അപ്പൊ ലാർജസ്റ്റ് സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതും ക്ലിയർ ആയി. ഇനി യൂണിവേഴ്സൽ വോയിഡ് റിലേഷൻ പഠിച്ചു. വോയിഡ് റിലേഷൻ എന്തായിരുന്നു, സ്മോളസ്റ്റ് സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആയിരുന്നു വോയിഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ യൂണിവേഴ്സൽ റിലേഷൻ പറഞ്ഞു, അതെന്താണ് ലാർജസ്റ്റ് സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്.
ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഇതിന്റെ തന്നെ ഒരു റിലേഷനും കൂടെ പറഞ്ഞ് ഇതിന്റെ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. Consider another example. A is equal to set of all students in a school. Set of all students in a school. And define as a relation R is equal to set of all difference of two students, difference of heights of two students, difference of heights of two students is less than 5 meter. ഇതൊന്ന് നോക്കാം. എ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. അതായിരുന്നു എ എന്ന് പറയുന്ന സെറ്റ്. ഒരു സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസും. ആർ എന്ന് പറയുന്ന റിലേഷൻ അവിടെ മെൻഷൻ ചെയ്തേക്കാണ്. ഡിഫറൻസ് ഓഫ് ഹൈറ്റ്സ് ഓഫ് ടു സ്റ്റുഡൻസ് ഈസ് ലെസ് ദാൻ 5 മീറ്റർ. അപ്പൊ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറയാറ് മീറ്ററിലൊന്നും ഒരിക്കലും ഹൈറ്റ് നമ്മൾ പറയാറില്ല. അതൊക്കെ 5 മീറ്റർ എന്ന് പറയുന്നതൊക്കെ എത്രത്തോളം അത്രയും ഹൈറ്റ് ഒന്നും നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ രണ്ടാൾക്കാരുടെ ഹൈറ്റിന്റെ ഡിഫറൻസ് അതെപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 മീറ്റർ ആയിരിക്കും. ലെസ് ദാൻ എന്തായാലും സെന്റിമീറ്ററുകളുടെ ഡിഫറൻസ് അതിന്റെ അകത്ത് വരുള്ളൂ. രണ്ട് ആളുകളുടെ ഹൈറ്റുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും മീറ്റർ ഡിഫറൻസ് ഒന്നും അതിന്റെ അകത്ത് വരില്ല. അപ്പൊ 5 മീറ്ററിനേക്കാളും താഴെയായിരിക്കും എല്ലാ ഡിഫറൻസുകളും വരാം. അപ്പൊ ഏത് രണ്ട് പെയർ ഈ സ്റ്റുഡൻസിന്റെ അകത്ത് ഏത് രണ്ട് പെയർ എടുത്താലും അതെല്ലാം എന്തിൽ വരും? നമ്മുടെ റിലേഷന്റെ അകത്ത് വരും. അപ്പൊ ആ രണ്ട് പെയർ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന രണ്ട് പെയറും അവസാനം കൺസിഡർ ചെയ്യാൻ പോകുന്ന രണ്ട് പെയറും എല്ലാം എവിടെ വരും? നമ്മുടെ റിലേഷന്റെ അകത്ത് വരും. അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന എല്ലാ എലിമെന്റ്സും നമ്മുടെ റിലേഷന്റെ അകത്ത് വരും. അങ്ങനെ നോക്കുമ്പോൾ ഇതും എന്താണ്? ഒരു യൂണിവേഴ്സൽ റിലേഷനിലേക്ക് പോകുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് റിലേഷനിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്യാം. അടുത്ത ടൈപ്പ് റിലേഷൻ identity relation and reflexive relation. Identity relation and reflexive relation. ഇത് രണ്ടും നമുക്ക് അറ്റ് എ ടൈം നമുക്ക് പറഞ്ഞു പോകാം. ഇതിന് രണ്ടിലും ഒരേ ഡെഫിനേഷൻ ആണ് വരിക. ഒരു ചെറിയ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഇല്ലാത്തൊരു ഡിഫറൻസ് വരുന്നത്. ആ ഡിഫറൻസ് എന്താണെന്ന് പറയാം. ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത് എവറി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു itself only. Identity relation means every element is related to itself only. For example, consider ചെയ്താൽ A എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ കൺസിഡർ ചെയ്തു. അവിടെ 1 2 3 അവിടെ കോർട്ടിഷ്യൻ പ്രോഡക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വരുന്ന രണ്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. രണ്ട് റിലേഷൻ നമുക്ക് അതിൽ നിന്ന് മെൻഷൻ ചെയ്തെടുക്കാം. അതിൽ R1 എന്ന് പറയുന്ന റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. 1 1 2 2 3 3 1 1 2 2 and 3 3. ഇതാണ് R1 എന്ന് പറയുന്ന റിലേഷൻ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. R2 എന്ന് പറയുന്ന അടുത്ത റിലേഷൻ ഞാൻ മെൻഷൻ ചെയ്യുകയാണ്. 2 2 2 3 3 3 2 4
and 4, 4. This is another relation R2. Okay. Set 1, 2, 3, 4 and R1 1, 1, 2, 2, 3, 3 and 4, 4 also. I mean, you can consider 4, 4 also. Okay. R2 2, 2, 2, 3, 3, 3, 2, 4 and 4, 4. These are the two relations based on the Cartesian product of A cross A. Now check the relation R1. This 1 is related to 1. Every element is related to itself. So 1 is related to 1, 2 related to 2, 3 related to 3 and 4 is related to 4. So the definition, I think it is clear. Every element is related to itself only. അതിനോട് മാത്രം, ഈ ഓൺലി എന്ന് പറയുന്നത് അതിനോട് മാത്രം, ഓരോ എലമെന്റും അതിനോട് മാത്രം റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക. 1 ആണെങ്കിൽ 1നോട് മാത്രം, 2 ആണെങ്കിൽ 2നോട് മാത്രം, 3 3യോട് മാത്രം, 4 4നോട് മാത്രം. ഓരോ എലമെന്റും അതിനോട് മാത്രം റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക. അങ്ങനെ വരുന്നതാണ് ഐഡന്റിറ്റി റിലേഷനിലേക്ക് നമുക്ക് പറയാൻ പറ്റുക. ഇങ്ങനെ വരുന്ന റിലേഷൻ ആണ് നമ്മൾ എന്തിലേക്ക് പറയുന്നത്, ഐഡന്റിറ്റി റിലേഷനിലേക്ക് പറയുന്നത്. അതാണ് കൃത്യമായിട്ട് അവിടെ ഓൺലി എന്നൊരു വാക്ക് അവിടെ ചേർത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. എവറി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ് ഓൺലി. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഐഡന്റിറ്റി relation. Then consider another relation R2. It is 2 2 elements, 2 2, 2 3, 3 3, 4 4 and 2 4. Here the same, we can see the same elements 2 2, 3 3 and 4 4. And 2 is related to 3, 2 is related to 4 also. So the identity breaks. Here 2 is related to 3 and 2 is related to 4. So it is reflexive. This is reflexive relation. So what is the definition of reflexive relation? Every element is related to itself. So I think it is clear what is the identity relation and the reflexive relation. Both have the same definition, only difference is this: every element is related to itself only. It's the identity relation, and this element is related to itself. It is reflexive relation. നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? എവറി എലമെന്റ് ഇസ് ഐഡന്റിറ്റി റിലേഷൻ ആൻഡ് റിഫ്ലെക്സീവ് റിലേഷൻ. പറഞ്ഞു ഐഡന്റിറ്റി റിലേഷനിൽ ആ എലമെന്റ് അതിനോട് തന്നെയാണ് റിലേറ്റ് ചെയ്യുന്നത്, വേറെ ഒരു എലമെന്റ് പോലും അതിന്റെ ഇടയിൽ വരുന്നില്ല. 2 2നോട് മാത്രമാണ്, 3 3നോട് മാത്രമാണ്, 4 4നോട് മാത്രമാണ്. സിമിലർലി അങ്ങനെ വരുന്ന റിലേഷനെയാണ് നമ്മൾ ഐഡന്റിറ്റി റിലേഷനായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നേരെ അത് മാത്രമല്ല വേറെയും രീതിയിലേക്ക് റിലേഷൻസ് പോവാം. 2 റിലേറ്റഡ് ടു 3, 2ന് 3യുമായിട്ട് റിലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ 2ന് 4ഉമായിട്ടും റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഇത് റിഫ്ലെക്സീവ് റിലേഷൻ ആണ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് രണ്ടിനും വെച്ചുകൊണ്ട് ഈ രണ്ട് എക്സാമ്പിൾ വെച്ച് നമുക്ക് വേറൊരു കാര്യം ഇതിന്റെ അകത്തുനിന്ന് നോട്ട് പോലെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഓൾ ഐഡന്റിറ്റി റിലേഷൻസ്, എല്ലാ ഐഡന്റിറ്റി റിലേഷൻസും റിഫ്ലെക്സീവ് ആണ്. ഓൾ ഐഡന്റിറ്റി റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, ബട്ട് ദ കോൺവേഴ്സ് ഒരിക്കലും അത് ട്രൂ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ റിഫ്ലെക്സീവ് ആയിട്ട് ആ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ 2ഉം 3യോടാണ് വരുന്നത്. അപ്പൊ അത് നേരെ തിരിച്ച് ഐഡന്റിറ്റി റിലേഷൻ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതാണ് ഐഡന്റിറ്റി റിഫ്ലെക്സീവ് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എന്തായിരുന്നു റിലേഷൻ എന്ന് പറഞ്ഞു.
റിലേഷൻ പറഞ്ഞത് എന്തായിരുന്നു? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ദ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ് റിലേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പ്ലസ് 1 പഠിച്ച കാര്യമാണ്. അത് തന്നെയാണ് ജസ്റ്റ് നമ്മൾ തുടങ്ങിയത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷനിൽ ആദ്യം പറഞ്ഞു വോയിഡ് റിലേഷൻ. എന്തായിരുന്നു വോയിഡ് റിലേഷൻ? പറഞ്ഞു ദ സ്മോളസ്റ്റ് സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അത് നമ്മൾ 5 വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ടെന്നും പറഞ്ഞു. അതായത് സ്മോളസ്റ്റ് സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എന്താ? 5 തന്നെയാണ് ഒരു സെറ്റിന്റെ ആദ്യത്തെ സബ്സെറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നതും 5 ആണ് നമ്മൾ എഴുതാറുള്ളത്. അവിടെ ഒരു എലമെന്റ് പോലും ആ റിലേഷനിൽ വരുന്നില്ല. ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷനെയാണ് നമ്മൾ വോയിഡ് റിലേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ എന്തായിരുന്നു? ലാർജസ്റ്റ് സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. എല്ലാ സബ്സെറ്റുകളും എന്തിൽ വരും? അതിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സബ്സെറ്റുകളും നമ്മുടെ റിലേഷനിൽ വരുവാണ്. അല്ലെങ്കിൽ റിലേഷനിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലുള്ള എല്ലാ എലമെന്റ്സും നമ്മുടെ റിലേഷനിൽ നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വരുന്ന റിലേഷനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് പറഞ്ഞ എന്തായിരുന്നു? ഐഡന്റിറ്റി റിലേഷൻ ആൻഡ് റിഫ്ലെക്സീവ് റിലേഷൻ. ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത് എവറി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. ഒരു എലമെന്റ് അതിനോട് തന്നെ റിലേറ്റ് ചെയ്യാം. പറഞ്ഞു 1 1നോടും 2 2നോടും 3 3നോടും അങ്ങനെയുള്ള റിലേഷനിലേക്ക് പോവാം. ദെൻ ഇവിടെ പറയുന്നു റിഫ്ലെക്സീവ് എന്താ പറയുന്നത്? എവറി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അതിനോട് ചെയ്യുന്ന ഒരു എലമെന്റ് അവിടെ ഒരു റിലേഷൻ അവിടെ ഉണ്ടായാൽ മതി. 2 3നോടാവാം, 2 4നോടാവാം. അതിന് റിലേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ അവിടെ ഉണ്ടായാൽ മതി. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് 2 3 ടൈപ്സ് ഓഫ് റിലേഷൻസും കൂടെ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അത് മാത്രമല്ല ഇതിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.